പുസ്തകങ്ങളിൽ എന്തൊക്കെയുണ്ട്, പുസ്തകങ്ങളിൽ വിസ്മയമുണ്ട്. പുസ്തകങ്ങളിൽ ഗ്രന്ഥശാലകൾ സ്ഥാപിച്ച ശ്രീ പി എം പണിക്കരുടെ ചരമദിനമാണ് നാം വായനാ ദിനമായി ആചരിക്കുന്നത്. 1996 ജൂൺ 19 മുതലാണ് വായനാ ദിനം ആചരിച്ചു വരുന്നത്. വായനയെ കുറിച്ച് ഓർക്കുമ്പോൾ, വായനയുടെ പ്രാധാന്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു കുഞ്ഞു കവിതയുണ്ട്. വായിച്ചാലും കാര്യം, വായിച്ചില്ലെങ്കിലും കാര്യം, വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും എന്ന കുഞ്ഞുണ്ണിമാഷിന്റെ കവിത വായനയുടെ പ്രാധാന്യത്തിന് മതിയായ തെളിവാണ്. അറിവ് നേടുക എന്നത് എളുപ്പകരമായ ഒരു കാര്യമല്ല. വായനയിലൂടെ മാത്രമേ നമുക്ക് അറിവ് ലഭിക്കുകയുള്ളൂ. അതിനാൽ വായനയുടെ പ്രാധാന്യം നാം കുഞ്ഞുനാളിലെ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. വായന അന്യമായി കണ്ടിരിക്കുന്ന ഈ പുതിയ തലമുറയിൽ വായനയുടെ പ്രാധാന്യത്തെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓരോ വായനാ ദിനവും. ഇന്ന് വായനയിൽ നിന്ന് നവമാധ്യമങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും വായനയിൽ നിന്ന് ലഭിക്കുന്ന അറിവ് വായിക്കുന്നതിലൂടെ ലഭിക്കുന്ന ആ അനുഭൂതി ഈ നവമാധ്യമങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുകയില്ല. ഓരോ പുസ്തകവും ഓരോ ലോകമാണ്. വായന അതിലേക്ക് കടക്കാനുള്ള കവാടം. അതിനാൽ പുസ്തകങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുമെന്നും അധ്യാപകരുടെ രക്ഷകർത്താക്കളുടെ സഹായത്തോടെ വായന ഒരു ശീലമാക്കുമെന്നും നമുക്ക് പ്രതിജ്ഞ. Today I am here to share the review of the book Letter from a Father to His Daughter, written by Thiruvalla Nehru. With all of you, the book describes various aspects of culture, geography, evolution of man and world. When Indira Gandhi was a small girl of 10, she spent the summer in Missouri while her father Thiruvalla Nehru was in prison in Allahabad. The letters were written during that time to teach her about the evolution of the earth, the stories of the beginning of animal, of human life on earth, and the history of civilization. And this collection of 30 letters, since they were written from one great Indian leader to another, written in 1928. These letters remain relevant and vibrant and represent Thiruvalla Nehru's passion for people and nature. It is a book that can bring many thoughts, ideas, culture for both children and well as elders. Thank you for listening to my talk. Have a nice day. Let's invite respectfully our headmistress, Lali Matthew teacher, to deliver the speech. Good afternoon, students. ആദ്യമേ തന്നെ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. നിങ്ങൾ എന്നെ കണ്ടിട്ടില്ലല്ലേ? ഉണ്ടോ? ഞാൻ എല്ലാ ക്ലാസ്സിലും ഓടി എത്തിയില്ല. അതായത് സ്കൂള് ജൂൺ 1 സ്റ്റാർട്ട് ചെയ്ത് തുറന്നു. നിങ്ങൾ പ്രവേശനോത്സവമൊക്കെ ആയിട്ട് ആദ്യം വന്നെങ്കിലും ഞാൻ എത്തിയിരുന്നില്ല. ഞാൻ ഉച്ച കഴിഞ്ഞാണ് ഈ സ്കൂളിലേക്ക് വന്നത്. ഞാനിതിനു മുമ്പ് വാഴൂർ എന്ന് പറയുന്ന സെന്റ് ജോർജ് സ്കൂളിലായിരുന്നു. അവിടുന്ന് ട്രാൻസ്ഫർ ആയിട്ടാണ് ഇവിടെ വന്നത്. ഞാൻ ഇവിടുത്തെ ഒരു അധ്യാപിക കൂടിയായിരുന്നു. നിങ്ങളോട് എനിക്ക് 2-3 കാര്യങ്ങൾ പറയാനുള്ളൂ. വായനാ ദിനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ LP ക്ലാസ്സുകൾക്ക് മാത്രമായി ഒരു അസംബ്ലി നടത്താമെന്ന് തീരുമാനിച്ചാണ് നമ്മളിപ്പോൾ ഇവിടെ ഒരു അസംബ്ലി പെട്ടെന്ന് അറേഞ്ച് ചെയ്തത്. അതിൽ ആദ്യമേ തന്നെ നമ്മുടെ സെവനയിലെ നല്ല മാതൃകാപരമായ നല്ലൊരു അസംബ്ലി നമ്മുടെ, അതായത് ബാക്കി എല്ലാ കുഞ്ഞുങ്ങൾക്കും കണ്ടുപിടിക്കാൻ മോഡലായിട്ട് നല്ല രീതിയിൽ ഭംഗിയായിട്ടൊരു അസംബ്ലി അവർ കണ്ടക്ട് ചെയ്തു. സെവനയിലെ ടീച്ചറിനെയും കുഞ്ഞുങ്ങളെയും അത് കണ്ടക്ട് ചെയ്ത മക്കളെയും ഞാൻ ആദ്യം തന്നെ ഒരു ക്ലാപ്പ് കൊടുത്ത് അവരെ ഒന്ന് അഭിനന്ദിക്കുക. നല്ല ഭംഗിയായിരുന്നു. നല്ല ചിട്ടയോടെ അടുക്കോടെ ആ അസംബ്ലി എങ്ങനെയാണ് ഒരു സ്കൂളിലെ അസംബ്ലി നമുക്കൊരു മോഡലാക്കാവുന്ന ഒരു അസംബ്ലി തന്നെയായിരുന്നു. അപ്പൊ ഇത് കണ്ട് നിങ്ങളൊക്കെ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കി മറ്റുള്ള ക്ലാസ്സുകാർ ഇതുപോലെ കൊണ്ടുവരണം. ഇനി എനിക്ക് പറയാനുള്ളത് നമ്മുടെ 5ാം ക്ലാസ്സിലെ കുഞ്ഞുമക്കളോട് കുറച്ച് കാര്യങ്ങൾ. പുസ്തകങ്ങളിൽ